തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയുടെ ഞെട്ടലാണ് കേരളം. 23-കാരനായ പ്രതി അഫാൻ കൊലപ്പെടുത്തിയത് സഹോദരനെ ഉൾപ്പെടെ 5 പേരെയാണ്. കൊല്ലപ്പെട്ടവരിൽ പെൺസുഹൃത്തും പിതൃമാതാവും പിതാവിന്റെ സഹോദരനും ഭാര്യയും ഉണ്ട്. ഉമ്മ ഷെമിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ്. സംഭവത്തിൽ ഇനിയും ദുരൂഹതകൾ ഏറെയാണ്. സാമ്പത്തികമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നതായി അറിവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അയാളുടെ സഹകരണം അവിടെ അങ്ങനെ പ്രശ്നങ്ങളായിട്ടുള്ളതും അറിയില്ല. പിന്നെ ഇയാൾ തിരുവനന്തപുരം സ്കൂളിൽ പഠിക്കുമ്പോഴേ ചെറിയ സമയം ഉണ്ട്. അത് കൂടെ തളർന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിലൊരു പ്രശ്നമാണ്. ഞാൻ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. അവിടെയൊക്കെ പഠിച്ചിരുന്നപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ സ്കൂളിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ, അടിപിടിയല്ല, സാറന്മാരൊക്കെ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു അന്നൊക്കെ. അല്ലാതെ വേറെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരം സ്കൂളിൽ നിന്ന് TC കൊടുത്തുവിടുകയാണ് ചെയ്തതെന്ന്. അല്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ സാമ്പത്തിക പ്രശ്നത്തിനെ കുറിച്ചൊക്കെ സാമ്പത്തിക പ്രശ്നം നിന്നവർക്കുള്ളവരല്ല. പല ആൾക്കാരെല്ലാം നല്ല സഹായിക്കാനുള്ള കഴിവുള്ളവരാണ്, എല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളവരുമാണ്. പ്രതി അഫാൻ പേരുമലയിൽ നിന്ന് പാങ്ങോട്ടേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഹെൽമറ്റും ജാക്കറ്റും ഒക്കെ ഇട്ട് തന്നെ വളരെ കൂളായിട്ട് ബൈക്കിൽ പോകുന്ന പ്രതിയുടെ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതേസമയം എലിവിഷം കഴിച്ച അഫാന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഇന്നുകൂടി നിരീക്ഷണം തുടരും. ശേഷമായിരിക്കും അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുക. കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ ഡോഗ് സ്ക്വാഡിനെ അടക്കം എത്തിച്ച് പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശും VS അനുരാഗും ചേരുകയാണ്. ആദ്യം അഞ്ജുവിലേക്ക്. അഞ്ജു, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉള്ളത്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾ ഇങ്ങനെയൊക്കെ കൊലപാതകം നടത്തുമോ എന്നുള്ളതാണ് എല്ലാവരും തന്നെ ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യം തന്നെയാണ് അന്വേഷണ സംഘത്തിനും ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണ സംഘം പ്രധാനമായും എന്താണിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്? എപ്പോഴായിരിക്കും ഈ പ്രതിയെ ചോദ്യം ചെയ്യലിനായി അവർ ഏറ്റെടുക്കുക? ഈ അപകടനില തരണം ചെയ്തു എന്ന് സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് ലക്ഷ്മി നിലവിൽ പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഒരുപക്ഷെ CCTV ദൃശ്യത്തിൽ ഉൾപ്പെടെ കണ്ട അതേ വാഹനം ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഇട്ടിരിക്കുന്നത് കാണാം. ഈ വാഹനത്തിൽ ആണ് പ്രതി ഈ 20 കിലോമീറ്റർ ചുറ്റളവിൽ വിവിധ ഇടങ്ങളിൽ സഞ്ചരിച്ച് 5 പേരെ അരുംകൊല ചെയ്തത്. ആ ഞെട്ടലിലാണ് നാട്ടുകാർ ഉൾപ്പെടെ ഉള്ളത്. ഈ കൊലപാതകം നടത്തിയത് സഞ്ചരിച്ചുകൊണ്ടാണ്. കൊലപാതക പരമ്പര തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ എല്ലാവരുടെയും തലക്കടിച്ചാണ് ഈ കൊല നടത്തിയിരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു സാധ്യത. അതായത് എളുപ്പത്തിൽ കൊല്ലാം എന്ന്, തലയ്ക്ക് പുറകിലടിച്ച് എളുപ്പത്തിൽ കൊല്ലാം എന്നുള്ളത് കൊണ്ട് തന്നെ ചോര വാർന്ന വിവിധ മുറികളിൽ നിന്ന് ഓരോ മൃതദേഹങ്ങളാണ് പോലീസിന് പുറത്തെടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതിൽ ഞെട്ടിക്കുന്ന കാര്യം, സ്വന്തം ബന്ധുക്കളെ ഉച്ചവരെ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ലക്ഷ്മി ചോദിച്ചതുപോലെ ഒരു സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ ഇത്രയും അരുംകൊല ചെയ്യാൻ എങ്ങനെ സാധിക്കും? ഈ സാമ്പത്തിക ബാധ്യത എന്ന് പറയുമ്പോഴും പോലീസിൽ ഉറച്ചുകൊണ്ട് ഈ പ്രതി പറയുന്നത് സാമ്പത്തിക ബാധ്യതയാണ് പ്രശ്നം എന്നാണ്. പക്ഷേ ഈ സാമ്പത്തിക ബാധ്യത കൊണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസിന്റെ ഡോഗ് സ്ക്വാഡാണ്. ഇതിൽ കൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള പോലീസിന്റെ പരിശോധിക്കാൻ ഉള്ള നായ ഉൾപ്പെടെ ഈ വീട്ടിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഡോഗ് സ്ക്വാഡ് ഈ വീട്ടിൻ്റെ പരിസരത്ത് പരിശോധന ഉൾപ്പെടെ തുടങ്ങും. എല്ലാ വീട്ടിൻ്റെ പരിസരത്തും, ഈ കൊലപാതകം നടത്തിയിട്ടുള്ള എല്ലാ വീട്ടിൻ്റെ പരിസരത്തും ഇത്തരത്തിൽ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തും. ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്ത് പരിശോധന നടത്തും. അതിനുശേഷം ആകും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഈ കൊലപാതകത്തിൻ്റെ ഞെട്ടൽ ഇതുവരെ മാറാതെ നാട്ടുകാർ ഉൾപ്പെടെ ഈ വീട്ടിൻ്റെ ഒക്കെ പരിസരങ്ങളിൽ തടിച്ചുകൂടുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത്.
പല ആളുകൾ ഇന്നലെ രാത്രി മുതൽ പല ആളുകളും ഈ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ കൊലപാതകം ഈ വീട്ടിൽ നിലവിൽ നമ്മളിപ്പോൾ പോകുന്നത് പെരുമലയിലുള്ള പ്രതിയുടെ വീട്ടിലേക്കാണ്. ഇവിടെ 3 പേരെയാണ് തലക്ക് അടിച്ച് വീഴ്ത്തിയത്. പ്രതി ഈ 6 പേരും കൊല്ലപ്പെട്ടു എന്ന് കരുതിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി, ഈ വീട്ടിന് ഉള്ളിലുള്ള ഗ്യാസ് ഉൾപ്പെടെ തുറന്നു വെച്ചാണ് പ്രതി സ്റ്റേഷനിലേക്ക് പോയത്. വിഷം ഉൾപ്പെടെ കഴിച്ചത്, അതായത് ഗ്യാസ് തുറന്നു വെച്ച് അതായത് ആരെങ്കിലും ഇവർ മരിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തീപ്പെട്ടി ഒരുക്കുകയോ മറ്റെന്തെങ്കിലും സ്പാർക്ക് ഉണ്ടായാൽ കത്തിച്ചാമ്പലാകുന്ന തരത്തിൽ ഇവരെ തലക്കടിച്ച് ഇട്ട് ഉള്ളിലെ ഗ്യാസ് ഉൾപ്പെടെ തുറന്നു വെച്ചുകൊണ്ടായിരുന്നു പ്രതി പോയിട്ടുള്ളത്. വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പൂട്ട് പൊളിച്ചാണ് പോലീസ് ഉള്ളിലേക്ക് കടന്നത്. അത്തരത്തിലാണ് പ്രതി ഈ കൃത്യം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ 3 വീടുകളിൽ സഞ്ചരിച്ചു. ഈ 3 വീടും 20 കിലോമീറ്റർ ചുറ്റളവിലാണുള്ളത്. രാത്രിയോടെ ഈ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടതിന് ശേഷം എലിവിഷം കയ്യിൽ കരുതിക്കൊണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പ്രതി പോയി ഈ കാര്യം താൻ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് പോലീസിനോട് വിവരിക്കുന്നത്. അതിനുശേഷമാണ് രാത്രി പോലീസും അയൽക്കാരും ഉൾപ്പെടെ ഈ വീട്ടിൻ്റെ പരിസരത്തേക്ക് എത്തുന്നത്. ഒരു പക്ഷേ ഇന്നലെ ആരെങ്കിലുമൊക്കെ അത്തരത്തിൽ എന്തെങ്കിലും ഈ ഗ്യാസ് ഉൾപ്പെടെ തുറന്നു വെച്ചതാണ്. അത്തരത്തിൽ എന്തെങ്കിലും തീ സ്പാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാകുമായിരുന്നു. അത്തരത്തിൽ വലിയ തരത്തിൽ ക്രൂര മനസ്സിന് ഉടമയാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷ്മി, വെറും ഒരു കടബാധ്യതയുടെ പേരിൽ ഇത്തരമൊരു ക്രൂരകൃത്യം നിർവഹിക്കുമോ എന്നുള്ള കാര്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കുക ഇനി 3 പേരായിരിക്കും. അതൊന്ന് പ്രതി തന്നെയാണ്. പ്രതിയുടെ മൊഴി എത്രത്തോളം പോലീസ് വിശ്വാസത്തിലെടുക്കും എന്നതിനെക്കുറിച്ച് ഇനി അതായത് പ്രതിയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായി, അതായത് പ്രതിയായ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിലവിലിപ്പോൾ പോലീസ് സംഘം ഇവിടെ എത്തുകയാണ്. ഈ വീട്ടിലേക്ക് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘം പരിശോധനയ്ക്ക് കടക്കും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ പോലീസ് സംഘം വീണ്ടും വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട്ടിനുള്ളിലെ സ്ഥിതിയും അത്തരത്തിലാണുള്ളത്. വീട്ടിൽ ഒരുപക്ഷെ ദൃശ്യങ്ങൾ കണ്ടു കാണും. ഈ വസ്ത്രങ്ങൾ ഉൾപ്പെടെ വലിച്ചു വാരിയിട്ട സ്ഥിതി ഉൾപ്പെടെയാണുള്ളത്. പല മുറികളിലും ഈ കൊല്ലപ്പെട്ട 3 മുറികളിലും രക്തം തളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. ആദ്യം ഉമ്മയെ ചുമരിനോടടിച്ച് വീഴ്ത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം തലയ്ക്ക് ഈ ആയുധം ഉപയോഗിച്ച് അടിച്ച് കൊലപ്പെടുത്തുന്ന സ്ഥിതിയാണുള്ളത്. ഈ പെൺസുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രതിയുടെ സുഹൃത്തിനെ ഈ മുകളിലത്തെ നിലയിൽ നിന്നാണ് പോലീസ് കണ്ടെടുക്കുന്നത്. ഈ 2 പേരെ ആദ്യം, അതായത് ഈ താഴത്തെ നിലയിൽ നിന്ന് ഈ ഉമ്മയെയും ഒപ്പം തന്നെ ഈ പ്രതിയുടെ സഹോദരനെയും മരിച്ച നിലയിൽ കണ്ടെത്തി അവരുടെ മൃതദേഹം പുറത്തേക്കെടുത്തു. അതിനുശേഷം പോലീസ് വീട് ആകെ പരിശോധിക്കുന്നതിനിടയിലാണ് മുകളിലത്തെ നിലയിൽ ഒരു പെൺകുട്ടിയെ കാണുന്നത്. ആ പെൺസുഹൃത്ത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇവിടെ എത്തിയത് എന്നാണ് നിലവിൽ ഇപ്പോൾ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ പെൺകുട്ടിയെ ഉൾപ്പെടെ കൊണ്ടുവന്ന് കൊല്ലാൻ മാത്രം ഉള്ള എന്ത് കാര്യമാണ് സംഭവിച്ചത്. മാത്രമല്ല ആദ്യം കൊലപ്പെടുത്തിയിരിക്കുന്നത് വെറും 75 വയസ്സ്, അതായത് 80 വയസ്സോട് പ്രായമുള്ള, വളരെ പ്രായമുള്ള തൻ്റെ ഉപ്പയുടെ ഉമ്മയാണ്. എന്തുകൊണ്ട് അത്തരത്തിൽ ആദ്യം ആ വൃദ്ധ മാതാവിനെ കൊലപ്പെടുത്താൻ പ്രതി തീരുമാനിച്ചു? അതിൽ നിന്ന് അവരുടെ മാല ഉൾപ്പെടെ മോഷ്ടിച്ച് അത് പണയം വെച്ച് അതിൻ്റെ കാശുമായി വന്നതിന് ശേഷം ആയുധങ്ങൾ ഉൾപ്പെടെ വാങ്ങിയിട്ടാണ് മറ്റുള്ളവരെ കൊല്ലാനായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആസൂത്രണം, ഇതെപ്പോൾ ഈ ആസൂത്രണം തീരുമാനിച്ചു, എപ്പോഴാണ് ഈ കൊലപാതകം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ആയുധങ്ങൾ, ഈ മാല എവിടെ പണയം വെച്ചു, ഈ ആയുധങ്ങളൊക്കെ എവിടെ നിന്ന് വാങ്ങി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രതി സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനി പോലീസിന് അറിയേണ്ടത് ഈ കുറ്റകൃത്യത്തിൽ ഇനി ഈ പ്രതിയല്ലാതെ മറ്റാരുടെയെങ്കിലും പ്രേരണയുണ്ടോ, ആരുടെയെങ്കിലും പങ്കുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഈ ഗൾഫിൽ 3 മാസങ്ങൾക്ക് മുമ്പ് പ്രതി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആളുകളോടൊക്കെ വളരെ
വളരെ സൗമ്യമായിട്ട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് തന്നെയാണ് ആളുകളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള ഈ പ്രതി ഈ ഒരു കൃത്യം നിർവഹിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അത് ഞെട്ടലോടെയാണ് ഇന്നലെ കേട്ട് ഈ വീട്ടിന് മുന്നിലേക്ക് ഓടി എത്തിയിട്ടുള്ളത്. കാരണം 1 2 കൊലപാതകമല്ല, 5 കൊലപാതകങ്ങൾ, അതും സഞ്ചരിച്ചുകൊണ്ട് ചെയ്യുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്ത് വിഷം കഴിച്ച് പോലീസ് സ്റ്റേഷനിൽ മുന്നിലെത്തി കീഴടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും എല്ലാവരെയും കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രതി സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടെ അവസാനമായി അവശേഷിച്ചത് ഉമ്മ മാത്രമാണ്. ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ഉമ്മ ഇപ്പോഴും തുടരുന്ന സ്ഥിതിയാണുള്ളത്. ഈ വിവരം ഗൾഫിലുള്ള ഉപ്പയെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ വിവരങ്ങളും അവരിൽ നിന്ന് കൂടുതൽ മൊഴിയും പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ബന്ധുക്കളിൽ നിന്നടക്കം കൂടുതൽ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പോലീസിന് വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടതുമുള്ളത്. ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്തൊരു സാമ്പത്തിക പരാതിയുടെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. സാർ, നിലവിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രതിയിൽ നിന്ന് അറിയാൻ സാധിക്കും? ഇല്ല, പ്രതിയെ ഞാൻ കണ്ടിട്ടില്ല പ്രതിയെ. ഇല്ല, ഞാൻ ഇന്നലെ സുഖമില്ലാതെ ലീവായിരുന്നു. ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. എനിക്ക് കൂടുതൽ അറിവില്ല. മറ്റു ഓഫീസർമാരോട് ചോദിച്ചു. വരും. സാർ, ഞങ്ങൾ ഇവിടെ ഇപ്പോൾ പ്രാഥമിക പരിശോധന ഒന്നും ചെയ്തു. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ഇല്ലായിരുന്നു. എനിക്ക് ഒരു കാര്യവും അറിയില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഇതിലെ സ്പെഷ്യൽ ടീം അവരിവിടെ കൊണ്ടുവന്നുള്ളൂ. DYSPക്കാണ് അന്വേഷണ ചുമതല. അദ്ദേഹത്തിനെ അറിയോ? ആറ്റിക്കൽ DSP. ഇല്ല, ഞാനൊന്നും നോക്കിയിട്ടില്ല. ഞാൻ അവരിവിടെ കൊണ്ടുവന്നേ ഉള്ളൂ. ടീമിലുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. അയ്യ, എനിക്ക് സുഖമില്ല. അതാ